കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ്. നമുക്കൊന്ന് ആ വാക്യം വായിക്കാം. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. അപ്പോൾ ഇവിടെ ആരാണ് ന്യായപ്രമാണ കർത്താവ്, ആരാണ് ന്യായാധിപതി? ന്യായാധിപതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ആരാണ് അവൻ? മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. അപ്പൊ ആ ന്യായാധിപതി ആരാണ്? നമുക്ക് മനസ്സിലാക്കാം, യേശു കർത്താവാണ് ന്യായാധിപതി. അപ്പം യാക്കോബിൻ്റെ ലേഖനത്തിൽ 4:12 നമ്മൾ വായിച്ചത് ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനെയും. ഇനി ന്യായപ്രമാണ കർത്താവ് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രൈമി ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാവും, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ ന്യായപ്രമാണ കർത്താവ് ആരാണ്? ഇവിടെ നാം കാണുന്നത് യഹോവയാണ്. യഹോവ മോശ മുഖാന്തരം ന്യായപ്രമാണം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നാം ചിന്തിക്കുവാൻ പോകുന്നത്, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞതാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാരും പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ യഹോവ എന്ന നാമത്തിൽ വന്നത് ആരാണ്? നമ്മൾ അവിടെ ചിന്തിക്കണം. ഒരു വിഷയം കൂടെ നമുക്ക് വായിക്കാം. 1 തിമോത്തി 2:5 വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഫോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇനി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്തി 10-ാം അധ്യായം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തമായൊരു കാര്യം അവിടെ പറയുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം ഇവിടെയെല്ലാം പ്രവർത്തിച്ചതും വെളിപ്പെട്ടതുമൊക്കെ ആരാണ്? നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആരാണ്? ക്രിസ്തുവായിരുന്നു. കാരണം യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാരും പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിന് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളൂ വിചാരിക്കുക. അപ്പോൾ അവൻ ദൈവരൂപത്തിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് വ്യക്തമായി വെളിപ്പെട്ടു. ആര്? യേശു ആണെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോൾ ദൈവരൂപത്തിൽ എവിടെയായിരുന്നു? അപ്പോൾ ദൈവരൂപത്തിൽ ഇരുന്നിട്ടുണ്ടല്ലോ, അതെവിടെയായിരുന്നു? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ആദാമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നത് ആരാ? അബ്രഹാമിനെ മെമ്രോയുടെ തോപ്പിൽ വെച്ച് കണ്ടത് ആരാ? തേജോമനായ ദൈവത്തെ കണ്ടു എന്നാണ്. അതാരാ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശു കർത്താവ് പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല. അബ്രഹാം കണ്ടിട്ടില്ല, ഇസഹാക്ക് കണ്ടിട്ടില്ല, യാക്കോബ് കണ്ടിട്ടില്ല, ആദാം കണ്ടിട്ടില്ല, ഹവ്വ കണ്ടിട്ടില്ല, മോശ കണ്ടിട്ടില്ല. ഇസ്രായേൽ ജനം മൊത്തത്തിൽ ആരും കണ്ടിട്ടില്ല ദൈവത്തെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു പറയുന്നത് സത്യമല്ലാതെ വരും. യേശു കർത്താവാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കണ്ടതൊക്കെ ആരാ? ഇനി ഇത് മാത്രമല്ല, പുറപ്പാട് പുസ്തകം 24:9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ടോ, മോശയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, തൃക്കയ്യാലൊന്നും ഭവിച്ചില്ല എന്ന് അവിടെ കാണുന്നു. അപ്പോൾ അവർ കണ്ട ദൈവം ആരാ? പ്രിയപ്പെട്ട സൗഹൃദമായി നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയെല്ലാം ദൈവരൂപത്തിൽ വന്നത് ആരാ? ഇവിടെയെല്ലാം ദൈവരൂപത്തിൽ ഇടപെട്ടത് ആരാ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആരാണ് അവൻ? അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പം അവൻ ആരാണ്? അവൻ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ദൈവമാണ്. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. അപ്പോൾ ഈ അവനിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി തേജസ്സായി വസിച്ചത് ആണ് ദൈവരൂപം. അവനിലല്ലോ. ഇനി തീർന്നില്ല. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാവും. അപ്പൊ സർവ സൃഷ്ടികളിലും ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവ പ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസന മനസ്സുകൊണ്ടാണ്. അപ്പോൾ അവിടെയും ദൈവ പ്രതിമയായ ക്രിസ്തു എന്ന് പറയും. അപ്പോൾ ക്രിസ്തുവിനല്ലേ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നത്? ക്രിസ്തു അല്ലേ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നത്? അപ്പോൾ ആദ്യം മുതൽ ക്രിസ്തു അല്ലേ ദൈവത്തിൻ്റെ രൂപത്തിൽ ജനങ്ങളുമായിട്ട് ഇടപെട്ടത്? അതിനെ ഉറപ്പിക്കുന്നൊരു വാക്യമാണല്ലോ 1 തിമോത്തി 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആ മധ്യസ്ഥൻ ആരാണ്? ക്രിസ്തു അല്ലേ? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുള്ളൂ, എല്ലാവർക്കും വേണ്ടി മറുവലയായി കൊടുത്ത ക്രിസ്തു യേശു തന്നെ. അപ്പം ആ ക്രിസ്തു അല്ലേ ആദ്യം മുതൽ 1-ാമത്തെ മനുഷ്യനായ ആദാം മുതൽ ദൈവത്തിൻ്റെയും ആദാമിൻ്റെയും നടുവിൽ ഇടക്ക് നിൽക്കുന്ന മധ്യസ്ഥനായ ക്രിസ്തു അല്ലേ?
ആ ക്രിസ്തുയേശു അല്ലേ? ആ ക്രിസ്തുയേശു അല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്? വെയിലാറുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, യേശു പറഞ്ഞു. ഇനി അതുമുതൽ ഇങ്ങോട്ട് അബ്രഹാമിനുമായിട്ടുള്ള ബന്ധത്തിൽ, ഇസഹാക്കുമായിട്ടുള്ള ബന്ധത്തിൽ, യാക്കോബുമായിട്ടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ മോശമായിട്ടുള്ള ബന്ധത്തിലെല്ലാം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ ക്രിസ്തുവല്ലേ? അത് യഹോവയായിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്തു സർവശക്തിയുള്ള ദൈവമായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല, സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നത് പറയുന്നു. അപ്പോൾ ആദാമിന് വെളിപ്പെട്ടതും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടതും മോശയ്ക്കും ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ടതും പുതിയ നിയമത്തിൽ മനുഷ്യപുത്രനായിട്ട് വന്നതും ക്രിസ്തു എന്ന ദൈവപുത്രനല്ലേ? ഇവിടെയും പറയുന്നത് എന്താണ്? യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഹോവയായിട്ട് വന്നതാണ് നമ്മുടെ സർവശക്തിയുള്ള ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇസ്രായേൽ വിശ്വസിച്ചോട്ടെ, ഇസ്രായേലിന് ദൈവമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മളെല്ലാവരും കൂടെ മൊത്തത്തിൽ കൂട്ടി പറഞ്ഞിട്ടില്ല. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനമായിരിക്കുമെന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പം നമ്മൾക്കിപ്പോൾ വെളിപ്പെടുത്തുന്ന എന്താണ്? സത്യം വെളിപ്പെട്ടു. ഇപ്പോഴാണ് നമുക്ക് സത്യം വെളിപ്പെട്ടത്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഇതുവരെ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് അപ്പോസ്തലന്മാർക്കും അതിനുശേഷമുള്ള നമുക്കുമാണ്. അപ്പോസ്തലന്മാരോടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കൊരു പിതാവുണ്ട്, അതെൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി. ഇനി കർത്താവ് മരിച്ചു വരുന്നതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ അവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോകുന്നു. യഹോവയുടെ കയറി പോകണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ യഹോവ എന്ന നാമം ദൈവപുത്രൻ എടുത്തതാണ്. യേശു എന്നൊരു നാമം ദൈവപുത്രനായി ക്രിസ്തു എടുത്തതാണ്. മനസ്സിലായോ? സർവശക്തിയുള്ള ദൈവം എന്നുള്ള നാമം കർത്താവായ യേശു ക്രിസ്തു എടുത്തതാണ്. അതാണ് നമ്മൾ മനസ്സിലായത്. അവസാനമായിട്ടും മനുഷ്യപുത്രനായിട്ട് അവതരിച്ചു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മർമ്മം, ക്രിസ്തു എന്ന ദൈവമർമ്മം. ഈ വിഷയം ഇന്ന് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ യഹോവയാണ് നമ്മുടെ സർവശക്തിയുള്ള ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ ആകുന്നത്? യേശു കർത്താവ് ഇവിടെ ക്ലിയറായിട്ട് പറഞ്ഞില്ലേ? യേശു കർത്താവ് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രായം ഈ യേശു ക്രിസ്തുവിനില്ല എന്ന് ഇസ്രായേൽ ജനത്തിനറിയാം. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? നീ അബ്രഹാമിനെ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പോൾ അവർ എറിയാൻ കല്ലെടുത്തു. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളത് മനസ്സിലാക്കണം. ഇത് ക്രിസ്തു എന്നൊരു മർമ്മമാണ്. ഇത് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അനാദി കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ് ക്രിസ്തു. ആ ക്രിസ്തു എന്ന ദൈവമർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ നമുക്കും വെളിപ്പെടണം. ഇത് നമുക്കും വെളിപ്പെടണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവം ഇവിടെ മൂന്നില്ല, ഒന്നേലൊരു ദൈവമേ ഉള്ളൂ. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ്. മക്കളായി തീർന്നവർ യഹോവയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് താൽക്കാലികമായിട്ടൊരു സമയത്തൊക്കെ അത് വെളിപ്പെട്ടതാണ്. അത് ദൈവപുത്രനായ ക്രിസ്തു അത് വെളിപ്പെട്ടത്. നമ്മളത് സർവശക്തനായ ദൈവമാണെന്നും പറഞ്ഞ് നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എവിടെ കേൾക്കും? അതുകൊണ്ട് ഇത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലുള്ളതല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് ശരിയായ രീതിയിലൊന്ന് മനസ്സിലാക്കിയിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
പിതാവായ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം നഷ്ടമാകും. അത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ 2-3 പ്രാവശ്യം നിങ്ങളെ കാണുകയും 2-3 പ്രാവശ്യം കാണുകയും ആ കാണുന്ന ഭാഗങ്ങളെല്ലാം വചനത്തിലുണ്ടാകുന്ന നോക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ ക്ലിയർ വരത്തുള്ളൂ. അങ്ങനെ ക്ലിയർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.